നമ്മളെ അടിച്ചമർത്താൻ ട്രൈ ചെയ്യുന്ന കുറേ ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നോ അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെതിരെ ശബ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പണികൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധ പ്രകടനത്തിന് പുതിയ വേർഷനുമായി സിലു ടോക്സ് വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആരാണ് സിലു ടോക്സ് എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. ഫാമിലി വ്ളോഗറാണ്, 5 മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ആളെ സ്വന്തം ഭർത്താവുമായി വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആണ് അല്ലെ പുള്ളിക്കാരി ഈ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരു 2 ദിവസം മുമ്പേ ഭർത്താവുമായി ഞാൻ വേർപിരിഞ്ഞു എന്നുള്ള കാര്യം റിവീൽ ചെയ്തുകൊണ്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പുള്ളിക്കാരി പ്രത്യേകം ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ റിയാക്ഷൻ വ്ളോഗേഴ്സ് നല്ല അനുസരണം ഉണ്ടായതുകൊണ്ട് തന്നെ പലരും പുള്ളിക്കാരുടെ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. അത് കണ്ട് ദേഷ്യം വന്ന പുള്ളിക്കാരി എന്താക്കി, ഈ റിയാക്ഷൻ വ്ളോഗേഴ്സിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും രംഗത്ത് വന്നു. അതിനുശേഷം നമ്മൾ പുള്ളിക്കാരെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിലെ സിലു ടോക്സിന്റെ അവസ്ഥ വെച്ച് നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരു വ്ളോഗറാണ് ഈ പറയുന്ന സിലു ടോക്സ്. പക്ഷെ പുള്ളിക്കാരെ കുറിച്ച് ആരും ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല. പുള്ളിക്കാരുടെ വീഡിയോക്ക് താഴെ വന്ന് ആരും നെഗറ്റീവ് കമന്റ് ഇടാൻ പാടില്ല. പുള്ളിക്കാരിക്ക് സ്വന്തം ഭർത്താവിനെ അടക്കം ആരെയും വീഡിയോയിൽ വന്ന് കുറ്റം പറയാം. പക്ഷെ അതിനെ കുറിച്ച് ആരും കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊരു മനോഭാവമാണ് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരുടെ മനോഭാവത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ തുടങ്ങും പ്രതിഷേധ പ്രകടനം. ഇപ്പൊ പുള്ളിക്കാർ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിലാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചില കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ, അങ്ങനെ തന്നെ പറയണം, പ്രഹസനങ്ങൾ തന്നെയാണത്. അത് കാണുമുണ്ടല്ലോ ചിലത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരൊറ്റ വീഡിയോയിൽ ഈ ടോപ്പിക് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ ചില പ്രഹസനങ്ങൾ കാണുമ്പോൾ ചിലത് പറയാതിരിക്കാൻ വയ്യ. എനിവേ, ഈ സിലുവിന്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളോളമായി. അത് സിലുവിന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാകും. എന്ന് തൊട്ട് ഭർത്താവുമായിട്ടുള്ള പ്രശ്നം സിലുവിന് തുടങ്ങിയോ അന്ന് തൊട്ടല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഇടയ്ക്കിടെ ഭർത്താവിനിട്ടൊരു കൊട്ടു കൊട്ടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുള്ളിക്കാരിക്ക് ഭർത്താവിനെ താഴ്ത്തി കെട്ടിയിട്ടില്ലെങ്കിൽ, ഭർത്താവിനെ കോർണർ ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല. ആ രീതിയിൽ പലപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്, പുള്ളിക്കാരിന്റെ വീഡിയോ കാണുന്ന പുള്ളിക്കാരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പുള്ളിക്കാരിന്റെ ഭർത്താവിനെ മോശക്കാരനായി മനസ്സിൽ കാണാൻ തുടങ്ങും അല്ലെ. സ്വാഭാവികമായിട്ടും അവർ ആ രീതിയിൽ ഭർത്താവിനെ ജഡ്ജ് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യാനും തുടങ്ങും. പുള്ളിക്കാരിക്കാണെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യുന്നത് ഇഷ്ടവുമല്ല. അവ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയും. പക്ഷെ അതിനെ കുറിച്ച് ആരും കമന്റ് ചെയ്യാൻ അഭിപ്രായം പറയാനോ പാടില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരി കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ അടക്കമുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്കെതിരെ 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ അതൊന്നും അങ്ങ് തീരെ പിടിച്ചില്ല. അങ്ങനെ അതിന്റെ എല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ എന്താക്കിയെന്ന് അറിയോ, ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മിണ്ടുന്നില്ല എന്ന ടൈറ്റിലും കൊടുത്തുകൊണ്ട്. നമ്മൾ എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എന്തൊന്നും മിണ്ടാത്ത പിണക്കത്തിലാണോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് വാ തുറന്ന് പറ സിലുത്ത. നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. വിവരങ്ങൾ ഇങ്ങനെ പിണങ്ങല്ലേ. പിണങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇങ്ങനെ ഒന്ന് പറഞ്ഞ 2ാമത്തെ ആവുമ്പത്തേക്ക് ഇങ്ങനെ പിണങ്ങാൻ നിൽക്കാണ്. നിങ്ങൾ പിണങ്ങല്ലേ, നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞ് പരിഹരിക്കാം. നിങ്ങൾ ഇങ്ങനെ പിണങ്ങാൻ നിന്ന് അങ്ങനെ ശരിയാവാ. എന്താ നിങ്ങളെ പ്രശ്നം? അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. എന്തായാലും നമുക്ക് വീഡിയോ ബാക്കും കൂടി ഒന്ന് കണ്ടോക്കാം. അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടാകും എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ വീഡിയോ ചെയ്തെന്നുള്ളത്. എന്തായാലും കണ്ടോക്കാം. അങ്ങനെ പറ. അപ്പൊ അതാണ് കാര്യം. അവസാനം എഴുതി കാണിച്ചത് കണ്ടില്ലേ, താങ്ക്സ് ഫോർ വാച്ചിങ് വോയിസ്ലെസ് വുമൺ എന്ന്. അതായത് എല്ലാവർക്കും നന്ദി, നിശബ്ദയാക്കപ്പെട്ട സ്ത്രീ എന്നാണ് പുള്ളിക്കാരി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പാവം എല്ലാരും കൂടി പുള്ളിക്കാരിനെ അടുപ്പിച്ചതിന്റെ ഒരു നിശബ്ദ പ്രതിഷേധ പ്രകടനമാണ് നമ്മളിപ്പോ കണ്ടത്. അങ്ങനെയും പുള്ളിക്കാരന്റെ ഫ്രസ്ട്രേഷൻ തീരട്ടെ അല്ലെ. എന്നാലും ഇത്ര വാശി നല്ലതല്ല കേട്ടോ. ഒരു പൊടിക്ക് വാശി കുറയ്ക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇതിനു ശേഷം പുള്ളിക്കാരി അടുത്ത ദിവസം ഈ പ്രതിഷേധത്തിന് ബാക്കി പത്രം എന്നോണം അവസാനം തീരുമാനം ആരുടേത്, പീപ്പിൾ ഓൾവേസ് ജഡ്ജ് എന്ന ടൈറ്റിൽ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതില് പുള്ളിക്കാരി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ എല്ലാവരും എന്നോടൊരു പിണക്കത്തിലായിരുന്നു ഞാൻ സൗണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് അതുകൊണ്ടല്ല, നമുക്ക് ഒന്നും സംസാരിക്കാനുള്ള ഒരു ഇതുപോലും തരാതെ നമ്മളെ അടിച്ചമർത്താൻ ട്രൈ ചെയ്യുന്ന കുറേ ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ക്യാമ്പയിനോ? ആര് ക്യാമ്പയിൻ നടത്തിയെന്നാണ് ഈ സുരുത്ത പറയുന്നത്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഇവിടെ ക്യാമ്പയിൻ നടത്താൻ മാത്രം സിലുവിന്റെ ഭർത്താവ് ഞങ്ങളുടെ കൂട്ടുകാരനൊന്നും അല്ലല്ലോ.
ഞങ്ങൾക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല, നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ വീഡിയോയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന, നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്ന ചില കാര്യങ്ങൾക്കെതിരെ ആളുകൾ വിമർശിക്കുന്നു. അതിൽ ചിലർ അതിര് കടന്ന് വിമർശിക്കുന്നുണ്ട്, അതിനൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ വേറെ ചിലർ മാന്യമായും വിമർശിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആ വിമർശനങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് പറയുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് എന്ന് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു വരുത്തും. അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്കെതിരെ ഇവിടെ ആരും ഒരു ക്യാമ്പയിനും നടത്തിയിട്ടില്ല, നടത്താനൊട്ട് ഉദ്ദേശവുമില്ല. അപ്പൊ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെതിരെ ശബ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് പബ്ലിക്കിൽ വന്ന് പറയുന്ന സമയത്ത് അത് സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിനെതിരെ ഒരു സ്ത്രീ പോലും അഭിപ്രായം പറയരുത്. പറഞ്ഞാൽ നിങ്ങളുടെ സംസാരം ഈ രീതിയിലായിരിക്കും. എന്ത് തരം ആറ്റിറ്റ്യൂഡ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും പ്രതിഷേധമാണ്. ഓക്കെ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം നെഗറ്റീവ് വരുന്നതിൻ്റെ ഒരു 10,000 ഇരട്ടിക്ക് പോസിറ്റീവാണ് കൂടുതലായിട്ടുള്ളത്. അൽഹംദുലില്ലാ, അതിനും വേണം ഒരു ഭാഗ്യം. അത്രയും പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കമന്റുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ്. എന്നിട്ടും ഈ 10,000-ൽ നെഗറ്റീവിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. 10,000 കണക്കിന് പോസിറ്റീവ് കമന്റുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് കമന്റ്സ് വന്നോ, നിങ്ങൾക്ക് അതാണ് പ്രശ്നം. നിങ്ങളെ കുറിച്ച് ആരും ഒന്നും നെഗറ്റീവ് പറയാൻ പാടില്ല. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം കൊടുക്കുക വാങ്ങുക എന്നാണ് പറയുന്നത്. അങ്ങോട്ട് മാത്രം കിട്ടേണ്ട ഒരു സാധനമല്ല. ഇങ്ങോട്ടും കിട്ടിയാലും നമുക്കത് തൃപ്തിയോടുകൂടി അങ്ങോട്ടും റെസ്പെക്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ കണ്ടാലേ അവരും നമുക്ക് റെസ്പെക്റ്റ് തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതും കൂടെ കണക്കാക്കിയിട്ട് ഒരു 1.25 നാഴി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ പൈപ്പ് കേട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്നിങ്ങനെ മാറി മാറി നമുക്കിങ്ങനെ ഓരോ പണികൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശരി, അത് പുതിയ അറിവാണ് കേട്ടോ. സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്നുള്ളത്. അങ്ങനെ സിലുവിനോട് ആരാണ് പറഞ്ഞത് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് എന്ന്? ഇവിടെ പുരുഷന്മാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പല കുടുംബങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പല പ്രവാസ കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ്. പിന്നെ ഒരു കുടുംബത്തിൽ സ്ത്രീയാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ പുരുഷനാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ അനുസരിച്ചിരിക്കും. അല്ലാണ്ട് എല്ലാ കുടുംബത്തിലും സ്ത്രീകളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പറയരുത് സിലു. നേരെ തിരിച്ചുള്ള കേസുകൾ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ സിലു പറഞ്ഞതിന് നേർ വിപരീതമായിട്ടുള്ള എത്രയോ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലും ചെയ്യാതെ അടിപൊളിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഇവിടെ എത്രയോ സ്ത്രീകളുണ്ട്. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്റെ ഭാര്യ എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി കല്യാണത്തിന് ശേഷം ജീവിക്കണമെന്ന് അറിയോ? ആള് ഭയങ്കര ഹാപ്പിയാണ്. സത്യം, ഇത് ഞാൻ ചുമ്മാ ഇടയിൽ കൂടെ ഒന്ന് ടോപ്പ് ആവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അവളെ ഹാപ്പി ആണോ അല്ലേ എന്നുള്ളത് അവളോട് പോയി ചോദിക്കണം. പിന്നെ നമ്മൾ സ്വയം പുകയത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ സ്ത്രീകൾ കല്യാണത്തിന് ശേഷം ഒരുപാട് വർഷം നല്ല ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞ് പരിസരത്ത് സിലു. ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യത്തെ ഇവരങ്ങ് ജനറലൈസ് ചെയ്ത് കളയും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഇവരുടെ ജീവിത സാഹചര്യം മോശമാണെങ്കിൽ എല്ലാവരുടെയും ജീവിത സാഹചര്യം മോശമാണെന്നുള്ള രീതിയിൽ ഇവരങ്ങ് പറഞ്ഞു വരുത്തും. ഇവരുടെ ഭർത്താവ് ഇവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്ന് ഇവരങ്ങ് പറഞ്ഞു വെക്കും. എനിക്കിവിടെ സിലുവിനോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലൂടെ മാത്രം ഈ ലോകത്തെ നോക്കി കാണുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ പല ജീവിത സാഹചര്യങ്ങളിലൂടെയും ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ. എന്നാൽ അതേപോലെ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം നയിക്കുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി രണ്ടുപേരും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം ഇടകലർന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ സ്ത്രീകൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നു, പുരുഷന്മാരെ അങ്ങോട്ട് സുഖിക്കുന്നു എന്നങ്ങ് പറഞ്ഞ് പരത്തല്ലേ സിലു. ഒന്നില്ലെങ്കിലും നിങ്ങളൊക്കെ അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾ കാണി ഇൻസ്പയർഡ് ആകുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് ഒരുപാട് വീട്ടമ്മമാർ. സോ നിങ്ങളെ പോലുള്ള റീച്ചിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ടോക്സിക് ചിന്താഗതി പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കരുത്. അല്ല, പലപ്പോഴും നിങ്ങളുടെ വീഡിയോകളിൽ ഈ പുരുഷന്മാരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാർ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഇനി ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരു കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം. അങ്ങനെ ഇരിക്കെ ഭാര്യ തീരുമാനിച്ചു, ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം. അപ്പോൾ ഈ കഴുതനെ നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരാണ്.
അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി, എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെയും നടത്തി നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാലോ. അപ്പം ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവർ പറഞ്ഞു. ഇവിടെ ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് കഴുതൻ്റെ മുകളിൽ കയറണ്ട, എല്ലാവർക്കും കൂടെ നടന്നു പോവാന്നുള്ളത്. പക്ഷേ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്തിനാണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ നമുക്ക് കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ആ പുരുഷനാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അങ്ങനെ കുറച്ചും കൂടി ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെല്ലാവരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ച് ചിരിച്ചു കൊണ്ടിരുന്നു, എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പരിഹസിച്ച് ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു, ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത്, സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത്, സ്ത്രീനെയും കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചിന്തിച്ചു, ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭർത്താവ് അതിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടെ ദൂരെ എത്തിയ സമയത്ത് അപ്പുറത്തൊരു ചായക്കടയിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ നോക്കി വീണ്ടും അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ടിരുന്നു. അടുത്തെത്തുമ്പോഴാണ് അവർ പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ പെണ്ണിന് അഹങ്കാരമാണ്, ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം, അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു പെണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിൻ്റെ കീഴിൽ ഒരു അടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്കും അയ്യോ ശരിയാണല്ലോ, നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിന് ശേഷം ഒരു കവലയിലെത്തി. അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വെറുതിരിക്കുന്നുണ്ടായിരുന്നു. അവരിവരെ കണ്ടതും തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഇത്രയ്ക്കും നിഷ്കരണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവർ? ഒരു കഴുതൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള 2 പേര് കയറി ഇരിക്കുകയാണ്, ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ, നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യയും ഭർത്താവും എത്തി. അവസാനം ഇയാൾ ആ കഴുതനെ തൻ്റെ തോളിലേറ്റി നടക്കാനായിട്ട് തുടങ്ങി. ഇനി ആരൊന്നും പറയൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുതനെ തലയിലേറ്റി ഇവർ നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറെ ദൂരം എത്തിയപ്പോഴാണ് ഒരു പണ്ഡിതൻ ആ വഴിക്ക് വന്നത്. എന്നിട്ട് ആ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കഴുതൻ എന്തിനാ തലയിലേറ്റിട്ട് നടക്കുന്നത്? അതൊരു ജീവിയല്ലേ, അതിന് കാലില്ലേ, നിങ്ങൾ അതിന് താഴെയല്ലേ ഇറക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന സമയത്തുള്ള മൊത്തം കഥയും ആ പണ്ഡിതനോട് ഇവർ പറഞ്ഞു കൊടുത്ത സമയത്ത് പണ്ഡിതൻ പറഞ്ഞു, പീപ്പിൾ ഓൾവേസ് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അറിയാത്ത കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആ സമയത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും നോക്കാതെ കുറച്ച് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല സ്റ്റോറി. ഇത് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ട്. എനിവേ, മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് പീപ്പിൾ ഓൾവേസ് ജഡ്ജ് എന്നാണ്, അല്ലെ? അതായത് നമ്മളൊരു കാര്യം പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ആളുകൾ അതിനെ പല രീതിയിൽ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ബഹുജനം പലവിധം എന്നുള്ള രീതിയിൽ ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുകളെ വാടിപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് തന്നെയല്ലേ സിലു നമ്മളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിലുവിനോടും പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബ കാര്യങ്ങളും ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിന് മുന്നിൽ എടുത്തിടുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും, ആളുകൾ പല രീതിയിൽ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സൊല്യൂഷൻ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കുടുംബ കാര്യങ്ങൾ വന്ന് പബ്ലിക് ആക്കാതിരിക്കുക. നിങ്ങളുടെ കുടുംബ കാര്യങ്ങളെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ജനങ്ങൾക്കിടയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന പക്ഷം ആളുകൾ അതിനെ ജഡ്ജ് ചെയ്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സിലുവിനോട് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ സിലുവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ്. ആ കഥയാണ് സിലു ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു നിൽക്കുന്നത്. ഇതൊരുമാതിരി ന്യായീകരിക്കാൻ വന്നിട്ട് കുറ്റസമ്മതം നടത്തിയ പോലെ ആയി പോയല്ലോ സിലു. എന്തായാലും കൊള്ളാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സിലു തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അന്ന് കണ്ടോക്കാം. എവിടെയോ വായിച്ചു കേട്ടത്, നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപദേശം, പടച്ചവന്റെ മുന്നിൽ ഒരാൾ കണ്ണീരോടെ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മളെ പറ്റി കംപ്ലൈൻറ്റ് പറയാനൊരു ഇടവരരുത്.
പഠിച്ചോനെ അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചു, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേ, ഒരു പെറ്റുമ്മക്ക് തൻ്റെ മോനോട് അല്ലെങ്കിൽ മോളോട് ഉള്ളതിൻ്റെ സ്നേഹത്തിൻ്റെ 10,000 ഇരട്ടിയാണ് ഈ പറഞ്ഞ ശക്തി അവൻ്റെ അടിമയോടുണ്ടാവുക. ആ പ്രാർത്ഥന, ആ കംപ്ലൈൻറ്റ് പഠിച്ചോനെ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മളെപ്പറ്റി അല്ലെങ്കിൽ അവരെ കണ്ണീരിന് നമ്മളാണ് കാരണം ആരും പറയാതിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കാരണം ആരും വിഷമിക്കാൻ ഇടവരരുത്. അങ്ങനെ ഇടവരുന്ന പക്ഷം അപ്പുറത്തുള്ള വ്യക്തി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്ന പക്ഷം അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് പുള്ളിക്കാരി ഇവിടെ നൽകുന്നത്. നല്ലൊരു മെസ്സേജ് അല്ലേ? വളരെ സങ്കടത്തോടു കൂടിയാണ് പാവം സംസാരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്നോ ഇവരും ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊന്നും നമുക്ക് അറിയില്ല. അതറിയാനായിട്ട് താല്പര്യവുമില്ല. ഇനി പ്രശ്നം എന്ത് തന്നെയായാലും എല്ലാം താങ്ങാനുള്ള സഹനശക്തി ഇവർക്ക് ഉണ്ടാവട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന 5 മക്കളുണ്ടല്ലോ, അവരുടെ ഭാവിയും കൂടി അവതാളത്തിലാവരുതല്ലോ. നമുക്ക് ചെലുവിനോട് പേഴ്സണലി ഒരു വിയോജിപ്പുമില്ല, ഒരു വൈരാഗ്യവുമില്ല. പക്ഷെ പുള്ളിക്കാരി ഈ ഓഡിയൻസിനോടും പബ്ലിക്കിനോടും കാണിക്കുന്ന ചില ആറ്റിറ്റ്യൂഡിനോടും ചില മനോഭാവത്തോടുമുള്ള പ്രതിഷേധം മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോഴാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നതിനാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡ് എന്നെ കുറിച്ച് ആരൊന്നും പറയാൻ പാടില്ല എന്ന് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞാട്ടെ. ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്നും കണ്ടത്, ഒരു പെണ്ണിന്റെ അഡ്ജസ്റ്റ്മെന്റ് അവസാനിക്കുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. ദേ വീണ്ടും അതന്നെ പറയും. ഇതെന്തിനാണ് ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പെണ്ണിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമല്ല ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തോ ആയിക്കോട്ടെ, പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് എന്ത് പറയാനാണ്? ഇവരുടെ സങ്കടങ്ങൾ പറയുന്നു, ആ രീതിയിൽ നമുക്ക് കരുതാം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. പലരും സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുന്ന, വിസമ്മതിക്കുന്ന ഏറ്റവും വലിയൊരു അപ്രിയ സത്യമല്ലേ ഇത്? എന്താ ഇതിനൊക്കെ പറയാ അല്ലേ? ഐ തിങ്ക് ഇവിടെ ചിലു നല്ലോണം മെന്റലി ഡൗൺ ആണ്. ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. അതാണ് ഇവര് ക്യാമറയും ഓണാക്കി ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ കുറച്ചു കാലത്തേക്ക് സിലു സോഷ്യൽ മീഡിയയിൽ ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. കുറച്ചൊന്ന് ഓക്കെ ആയതിനു ശേഷം ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് സിലുവിന് നല്ലത്. അല്ല, എനിക്ക് ഇവരുടെ ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇനി ഇവര് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഗോൾഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊന്ന് കണ്ടോക്കാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ കടമയാണ്. കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇവന്മാരുടെ ഭരണമാണ് അങ്ങോട്ട് ഭരണം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനമാക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ചു തന്നത്. അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരെയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത്. മരുമോനെ കണ്ടിട്ടല്ല തരുന്നത്. മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോളം ബന്ധമുള്ളൂ. അവൻ എന്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ചു നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവർ കുറെ കാലം തിന്നാൻ കൊടുക്കത്ര, എന്നിട്ട് അതിന് കണക്ക് പറയത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ, ഞാൻ ഉൾപ്പെടെ ആ ടൈപ്പ്. എങ്ങനെ ഇരിക്കണം? മോട്ടിവേഷൻ കാച്ചാണ്. സ്വന്തം ജീവിതം വെച്ചാണ് ഈ മോട്ടിവേഷൻ കാച്ചുന്നത്. ഇതൊക്കെ കാണുന്ന ഏതൊരാളും ഇവരുടെ ഭർത്താവിനെ കുറിച്ച് 4 മോശം പറഞ്ഞ് കമന്റ് ചെയ്തില്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളൂ. കാരണം സിലുവിന്റെ വീഡിയോയിലൂടെ ഇതൊക്കെ കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക? ഇവരുടെ ഭർത്താവ് വളരെ മോശമാണെന്നാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഏതൊരാളും ഭർത്താവിനെ കുറ്റപ്പെടുത്തി കമന്റ് ചെയ്യും. പക്ഷെ സിലുവിന് അങ്ങനെ കമന്റ് ചെയ്യണ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയാൻ നിൽക്കണ്ട, അതേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ചിലൊരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവന്മാരുടെ ഭരണമായിരിക്കും ഭരണം. പുരുഷന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാണെങ്കിലും ഭരണമായിരിക്കും ഭരണം എന്നുള്ള കാര്യം ആരാണ് സിലുവിനോട് വന്ന് പറഞ്ഞത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ ഭരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് എന്നാണോ ഈ സിലു പറഞ്ഞു വെക്കുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഭരിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. പക്ഷെ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെസ്സേജ് പബ്ലിക്കിൽ കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ പബ്ലിക്കിന് മുന്നിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കാണ് ഇൻസ്പയർഡ് ആകുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുറച്ചൊക്കെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അല്ലാതെ എല്ലാ പുരുഷന്മാരും കെട്ടിക്കഴിഞ്ഞാൽ ഭരിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നൊന്നും പറഞ്ഞ് പരുത്താൻ നിൽക്കരുത്. പിന്നെ ഒരു സ്ത്രീയെ കെട്ടിച്ചയക്കുന്ന സമയത്ത് അവളുടെ മാതാപിതാക്കൾ അവളുടെ കയ്യിൽ കൊടുക്കുന്ന ഗോൾഡ് അത് സ്വന്തം ഭർത്താവിന് ആവശ്യാനുസരണം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ്. ഭർത്താവ് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്ത് സ്വർണം പണയം വെക്കാൻ തരുമോ എന്ന് ആവശ്യപ്പെടുമ്പോൾ വേണമെങ്കിൽ ആ പെണ്ണിന് അവളുടെ സ്വർണം എടുത്ത് ഭർത്താവിന് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇനി കൊടുത്താലും ഇല്ലെങ്കിലും അതിന് ഗുണവും ദോഷവും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പൊ ഒന്നില്ലാത്ത അവസ്ഥയിൽ നിന്നും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ച് വലിയ വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട്. ഭർത്താവ് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ആ സ്വർണം എടുത്ത് കൊടുക്കാൻ കാണിച്ച ഭാര്യയുടെ മനസ്സുകൊണ്ട് മാത്രമാണ് അവര് വലിയ നിലയിലെത്തിയത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ എന്നും ഭാര്യമാരോട് കടപ്പെട്ടവർ
ചെയ്തവരായിരിക്കും. ഒരുപക്ഷെ ആ സമയത്ത് കെട്ടുതാലി എടുത്തു കൊടുക്കാൻ ഭാര്യ കാണിച്ച മനസ്സായിരിക്കും അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചുള്ള സിനാരിയോ സംഭവിക്കാറുണ്ട്. ഭാര്യയുടെ കെട്ടുതാലിയും വെച്ച് പുട്ടടിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. രണ്ടും സംഭവിക്കാം. അതെല്ലാം ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ആശ്രയിച്ചിരിക്കും. ഇപ്പൊ സിലുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സിലു തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിന് ഞാൻ ബുക്ക് സ്റ്റാൾ ഇട്ട് കൊടുത്തു, എന്റെ പ്രയത്നം കൊണ്ട് അതിട്ട് കൊടുത്തു, ഇതിട്ട് കൊടുത്തു, എന്നിട്ട് എന്റെ ഭർത്താവിന് ഇപ്പൊ ഡെയിലി 15,000 രൂപ വരുമാനമുണ്ട്, അതിൽ നിന്ന് ഞാനൊന്നും ചോദിക്കാൻ പോവാറില്ല എന്ന്. ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ഭർത്താവ് നിങ്ങളോട് നന്ദികേട് കാണിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാകാം നിങ്ങൾ ഈ വന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ജനറലൈസ് ചെയ്ത് പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിയാക്ഷൻ വ്ളോഗേഴ്സിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോയിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി. നേരത്തെ പറഞ്ഞില്ലേ, അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരാം. ഓക്കെ, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയണം എന്നുള്ളത്. ഇനി ഇതേവരെ തന്നെ വീഡിയോയുടെ തൊട്ടപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കി. 1 മാസം മുമ്പ് തൊട്ടേ എന്റെ വീഡിയോയിൽ കാണാതായപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങി. കമന്റ് ഇട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും വലുതാക്കിയത്. ഞാനിത് ആരെയും അറിയിക്കാതെ പുറത്തു കൊണ്ട് വരാതെ അത്രയും സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. തൊട്ടു മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ എന്ന് പറഞ്ഞ അതേ ആള് തന്നെ തൊട്ടപ്പുറം എന്ന് പറയാണ്, നിങ്ങൾ ഓരോ കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞാണ് കാര്യങ്ങൾ ഇത്രയും വഷളായതെന്ന്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്റെ കുടുംബ കാര്യങ്ങളെല്ലാം സീക്രട്ട് ആക്കി വെച്ചതായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിച്ചതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞതെന്നൊക്കെ. എന്നിട്ട് അതേ ആള് തന്നെ തൊട്ടു മുമ്പ് എന്ന് പറയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആക്കി രേഖപ്പെടുത്താന്നൊക്കെ. എന്നിട്ട് ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയുമ്പോഴോ കുറ്റം മൊത്തം ഈ കമന്റ് ഇടുന്നവരുടെ തലയിൽ ചാർത്തി കൊടുക്കുക. ഈ പ്രവണതയാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. എനിക്കിവിടെ സിലിനോട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ പ്രേക്ഷകരുടെ തലയിൽ ചാർത്തി കൊടുക്കുന്നതും നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരുടെ തലയിൽ ചാർത്തി കൊടുക്കുന്നതുമായിട്ടുള്ള പരിപാടി നിർത്തുക. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങളെ വെച്ച് കാര്യങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി നിർത്തുക. ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണ്, വേറെ ലെവലാണ് നിങ്ങൾ. ഒന്നുമില്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് എന്ന നിലയിൽ, 5 മക്കളുള്ള ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് മാസീവ് റെസ്പെക്ട് ആണുള്ളത്. പിന്നെ ഏതൊരു മനുഷ്യരും അവരുടേതായ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടതായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ ഇവിടെ മോശക്കാരായിട്ട് ആരും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരെ മോശക്കാരായി കാണുന്ന പരിപാടി നിങ്ങൾ നിർത്താം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ നീട്ടി വലിച്ച് പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.